പ്രിയപ്പെട്ട BNA കുടുംബാംഗങ്ങളെ, അപ്പോൾ ഒരു കിളി പോയ രാജാവിൻ്റെ കഥ പറയാനാണ് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ രാജാവിന് കിളികളെയും വളർത്തുമൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയ രാജാവിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ രാജാവിന് 2 മനോഹരികളായ തത്തമ്മ കുഞ്ഞുങ്ങളെ സമ്മാനം കൊടുത്തു. അത് രാജ്യത്തൊന്നും ഇല്ലാത്ത പുതിയ ഇനം തത്തമ്മ കുഞ്ഞുങ്ങളായിരുന്നു. രാജാവിന് ഭയങ്കര സന്തോഷമായി. കൊട്ടാരം ഉദ്യാനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവയെ പരിശീലിപ്പിക്കാൻ പ്രത്യേകം പരിശീലകനെയും രാജാവ് നിയമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു തത്ത നന്നായിട്ട് പാറി പറന്ന് പോകുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ തത്ത കൊമ്പിൽ ഇരുന്ന ഇരിപ്പന്നെ, ഒരു അനക്കുമില്ല, പാറാൻ പറ്റണില്ല, പറക്കാൻ പറ്റണില്ല. അപ്പോൾ പരിശീലകൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ശരിയാവണില്ല. അവസാനം തോൽവി സമ്മതിച്ച് രാജാവിനോട് പറഞ്ഞു, എനിക്ക് പറ്റണതൊക്കെ നോക്കി, രാജാവേ എനിക്ക് കഴിയില്ല എന്ന്. അപ്പോൾ രാജാവ് പുറത്തൊക്കെ ഉള്ള എക്സ്പേർട്ടുകളെ, വിദഗ്ധന്മാരൊക്കെ കൊണ്ടുവന്നിട്ട് പരിശീലിപ്പിച്ച് നോക്കി. ഈ തത്തമ്മക്ക്, രണ്ടാമത്തെ തത്തമ്മക്ക് പറക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ രാജാവ് വിഷണ്ണനായിട്ട് ഇരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ പാചകപ്പുരയിലുള്ള വയസ്സായിട്ട് കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനോട് താഴ്മയായിട്ട് വന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഒരാഴ്ച എനിക്ക് അവസരം തരുമോ എന്നുള്ളത് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ അതായിട്ട് നോക്കാതിരിക്കണ്ടല്ലോ. രാജാവ് സമ്മതിച്ചു. പക്ഷേ ഒരാഴ്ച ഒന്നും എടുത്തില്ല. 2 ദിവസമായപ്പോൾ തന്നെ ഈ 2 തത്തമ്മകളും നല്ല പാറി പറന്ന് ഉല്ലസിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഇതിപ്പോൾ എന്ത് മാജിക്കാണ് സംഭവിച്ചതെന്നുള്ള രീതിയിൽ രാജാവ് സന്തോഷത്തോടെ ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, രാജാവ് ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് സ്ഥിരീകരിക്കണ ആ കൊമ്പുണ്ടല്ലോ, ഞാൻ ആരും കാണാതെ ഒരിക്കൽ വൈകുന്നേരം പോയിട്ട് ആ കൊമ്പാണ്ട് വെട്ടിട്ടു രാജാവേ, നിർവാഹമില്ലാതെ അത് പറക്കാൻ തുടങ്ങിയതാണ് എന്നുള്ളത്. നമ്മളുടെയൊക്കെ ലൈഫിൽ, ചുറ്റുവട്ടത്തിൽ, ബിസിനസ്സിലൊക്കെ അങ്ങനെ കംഫർട്ട് സോണിൻ്റെ കുറേ കൊമ്പുകളുണ്ട്. അത് എന്ന് നമ്മൾ വെട്ടിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടോ, അന്ന് മാത്രമേ നമ്മൾ ബിസിനസ്സിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലൊക്കെ ആണെങ്കിലും പ്രതിസന്ധികൾ മുമ്പിൽ ഉള്ളതൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് കൊട്ടേഷൻ തരുന്ന ഒരാളായിരിക്കും. അയാൾ ചിലപ്പോൾ കൊള്ള ലാഭം എടുക്കണ്ടാവും എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. എന്നാലും ഇപ്പോൾ ചോറായിരിക്കും, പുതിയ ഒരാൾ പരീക്ഷിക്കാൻ നിന്നിട്ട് എന്താവും എന്നുള്ള വിചാരിച്ചിട്ട് അയാൾക്ക് എന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാഫിനെ കൊണ്ട് പുറത്ത് വിട്ടിട്ടുണ്ടാവും, ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് അടുത്ത ആളിന് എന്ത് വയ്യാവയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിമുട്ടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയൻ്റെ കാലമാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പഴയ രീതിയൊക്കെ ഉള്ള ബിസിനസ് അല്ലേ, ഇനി പുതിയത് പരീക്ഷിക്കാൻ നിന്നിട്ട് എൻ്റെ ഉള്ളും കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് അനക്കാപ്പാറായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ബാരിക്കേഡുകൾ, നമ്മളെ കംഫർട്ട് സോണിൻ്റെ ബാരിക്കേഡുകൾ എന്ന് നമ്മൾ തല്ലി തകർക്കാൻ, തച്ചൊടിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുണ്ടോ, അന്ന് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ലൈഫിൽ ഏറ്റവും വലിയ റിസ്ക് എടുത്തിട്ട് നമ്മൾ ചേഞ്ച് ആഗ്രഹിച്ച് നമ്മളെ കുടുംബം, നമ്മളെ ഫാമിലി ചുറ്റുപാടുകളൊക്കെ കരകയറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആളുകളാണ് നമ്മളല്ലേ. ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം റിസ്ക് എടുക്കുന്ന ആരാളുള്ളത്? എന്നിട്ടും പിന്നെ നമ്മൾ കംഫർട്ട് സോണിൻ്റെ ഓരോ കാരണങ്ങൾ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് സ്റ്റക്കായി നിൽക്കേണ്ട എന്ത് കാര്യമുള്ളത്? നമ്മളെപ്പോഴും പറയാറുണ്ട്, വലിയ കപ്പലിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം അത് നങ്കൂരിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കപ്പലുണ്ടാക്കിയിട്ടുള്ളത് നങ്കൂരിട്ട് കിടക്കാനല്ലല്ലോ. ഏത് അല തല്ലി വരുന്ന അലമാലകളെയും കീറി മുറിച്ചിട്ട് വിജയപേരി മുഴക്കാൻ, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നമ്മൾ കാർ ആക്സിഡൻ്റ് ആവാതിരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കാർ ഷെഡാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ലേ, ആവശ്യം വന്നാൽ ചീറിപ്പാഞ്ഞ് പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും, ചെറിയ ചെറിയ വേവലാതികളൊക്കെ തരണം ചെയ്തിട്ട് കംഫർട്ട് സോണിൻ്റെ ആ കൊമ്പക്കണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ, കുതിച്ചു ചെല്ലാൻ, ഉന്നതിയിലേക്ക് എത്താൻ നമ്മൾക്കൊക്കെ സാധിക്കട്ടെ. ഒരു പുതിയ ദിനം ലഭിച്ചതല്ലി പദവികൾ വമ്പർ പുലർത്തിയിടുന്നവറ്റ ഇരുടിലവരിരുന്ന് വീണ്ടും പണികൾ നടത്തി ഉറങ്ങിയിടെ സഖാക്കൾ. താങ്ക് യു BNA. നല്ല ഗിഫ്റ്റ് കൊടുക്കണം, സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ വെറൈറ്റി ആക്കാൻ ഐഡിയ കിട്ടുന്നില്ല എന്നാണോ പ്രശ്നം? എന്നാ അത് തീർന്നോട്ടോ. Because you know, and so on. Your responsible experience partner. With smart pricing and low minimums, gifting has never been this easy. Because at And So On, those unheard are sweeter. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ.